നമസ്കാരം. ആരോഗ്യരംഗത്ത് കേരളം പലപ്പോഴും ലോകത്തിന് തന്നെ മാതൃക ആകാറുണ്ട്. കോവിഡ് സമയത്തടക്കം കേരളം ആ ഐക്യം ലോകത്തെ അടയാളപ്പെടുത്തുകയും ചെയ്തതാണ്. എന്നാൽ ആരോഗ്യ സൂചികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ നിന്ന് പലപ്പോഴായും, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ നിന്ന് പലപ്പോഴായും ആവർത്തിക്കപ്പെടുന്ന നിരുത്തരവാദിത്വപരമായ ചികിത്സാ രീതികളുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയരാറുണ്ട്. അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉയരുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. ചികിത്സയ്ക്ക് എത്തിയ സ്ത്രീക്ക്, പ്രായം ചെന്ന സ്ത്രീയാണ്, 70 വയസ്സ് പ്രായമുള്ള സ്ത്രീയായിരുന്നു, അവർക്ക് കൃത്യമായ ചികിത്സ ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. പിന്നീട് ഈ സ്ത്രീയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും മരണപ്പെട്ടു. ഈ സ്ത്രീയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധിച്ച സാഹചര്യമുണ്ടായി. മറ്റു വാർത്തകൾ ഉൾപ്പെടെ പരിശോധിക്കാം. വാർത്താരംഭം തുടങ്ങുകയാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. വിധി എഴുതുന്നത് 8 സംസ്ഥാനങ്ങളിലെ 49 മണ്ഡലങ്ങൾ. പ്രധാനമന്ത്രി ഇന്ന് UP-യിൽ. ഇന്ത്യ മുന്നണിക്കായി പ്രചാരണം നയിച്ച് കെജ്രിവാളും. പൗരത്വ നിയമം നടപ്പിലാക്കിയത് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ നീക്കം. നിയമം നടപ്പിലാക്കിയത് വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ. ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ. പരിഗണിക്കുന്നത് ED അറസ്റ്റ് നിയമവിരുദ്ധമെന്ന വിമർശനം. പ്രജ്വൽ രേവണ്ണയെ കസ്റ്റഡിയിലെടുക്കാനാകാതെ അന്വേഷണ സംഘം. രേവണ്ണ ജർമ്മനിയിൽ നിന്ന് തിരിച്ചെത്തിയേക്കുമെന്ന സൂചന. വെടിവെപ്പിൽ ഗുരുതര പരിക്കേറ്റ സ്ലൊവാക്യൻ പ്രധാനമന്ത്രിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. റോബർട്ട് ഫിക്കോ അപകടനില തരണം ചെയ്തതായി ഉപപ്രധാനമന്ത്രി. ഈ അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ ഇന്ന് ആരംഭിക്കും. പ്രവേശനം ഏകജാലക സംവിധാനം വഴി. ഈ മാസം 25 വരെ അപേക്ഷിക്കാം. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-ന്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം അവസാനിച്ചതോടെ ടെസ്റ്റുകൾ പഴയ നിലയിലേക്ക്. പുതിയ തീരുമാനങ്ങളിൽ പൂർണ്ണ തൃപ്തരല്ല എന്ന് CITU. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. കാലവർഷം മെയ് 31-ന് എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഉമ്മയെ കൊണ്ടുവന്ന് പനിയുമായിട്ട് കൊണ്ടുവന്ന ഉമ്മയുടെ പനി കൂടിയിട്ട് അത് ന്യൂമോണിയ ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? 24 ദിവസമോ 3 പ്രാവശ്യമായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് വീണ്ടും ആക്ഷേപം. 70-കാരിയുടെ മൃതദേഹവുമായി അർദ്ധരാത്രിയിൽ പ്രതിഷേധിച്ച് ബന്ധുക്കൾ. ഗുരുതരാവസ്ഥയിലായിരുന്നിട്ടും ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആക്ഷേപം. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിച്ച പെൺകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. പെൺകുട്ടി വെന്റിലേറ്ററിൽ. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ന്യൂസ് 18 ഇമ്പാക്ട്. സംസ്ഥാനത്തെ ഗുണ്ടാവിളയാട്ടം തടയാൻ പോലീസ്. വ്യാപക റെയ്ഡ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടി പ്രതി രാഹുൽ. ഉടൻ കോടതിയെ സമീപിക്കും. രാഹുലിനെതിരെ വിവാഹ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസന്വേഷണത്തിന് പ്രത്യേക സംഘം. കണ്ണൂർ റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിലുള്ള സംഘത്തിൽ 3 DYSPമാർ. കണ്ണൂരിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയ കേന്ദ്ര സർവകലാശാല അധ്യാപകനെതിരെ നടപടി. ഇഫ്തിഖാർ അഹമ്മദിനെ സസ്പെൻഡ് ചെയ്തു.
വാർത്താരംഭം ആദ്യം ദേശീയ വാർത്തകളിൽ നിന്നാണ് തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 4 ഘട്ട വോട്ടെടുപ്പ് ഇതോടുകൂടി പൂർത്തിയാകുമ്പോൾ 5ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇനി 2 ദിവസം കൂടി മാത്രമാണ് ശേഷിക്കുന്നത്. 8 സംസ്ഥാനങ്ങളിലെ 49 മണ്ഡലങ്ങൾ ആണ് വിധിയെഴുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യു.പിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ആണ് വ്യാപൃതനായിട്ടുള്ളത്. 4 പരിപാടികൾ ആണ് ഇന്ന് പ്രധാനമന്ത്രിക്ക് യു.പിയിൽ ഉള്ളത്. അതേസമയം അരവിന്ദ് കെജ്രിവാളും ഇന്ന് യു.പിയിൽ തന്നെ ആണുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് ആദ്യം ചേരുന്നത്. രാഗേഷ്, 2 പ്രധാന നേതാക്കൾ, പ്രത്യേകിച്ച് കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം കെജ്രിവാളും മോദിയും തമ്മിലാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട വാക്പോര് നടക്കുന്നത്. അത് ഉത്തർപ്രദേശിൽ ആവർത്തിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ടോ? പ്രധാനമന്ത്രി എവിടെയൊക്കെയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പരിപാടികളെ നയിക്കുന്നത്? അഭിലാഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. കാരണം ഇനി 164 മണ്ഡലങ്ങളിലാണ് 3 ഘട്ടങ്ങളിലായി ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളത്. 20-ാം തീയതി 5ാം ഘട്ടത്തിൽ 49 മണ്ഡലങ്ങളാണ് വിധി എഴുതുക. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഉൾപ്പെടെ 49 മണ്ഡലങ്ങൾ 20-ാം തീയതി വിധി എഴുതും. മറ്റന്നാൾ അവിടെ പരസ്യ പ്രചാരണം അവസാനിക്കുകയും ചെയ്യും. ഏതായാലും നിർണായക ഘട്ടത്തിലേക്ക് വോട്ടെടുപ്പ് കടന്നതോടുകൂടി പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാരണാസിയിലുണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണവും അതിനുശേഷം റോഡ് ഷോയും ഒക്കെയായി മോദി അവിടെ സജീവമായിരുന്നു. ഇന്നും യു.പിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഉള്ളത്. പ്രത്യേകിച്ച് 4 ഇടങ്ങളിലാണ് പൊതുപരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക. അതായത് 4 റാലികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് നിസാംഗഡിലെ ലാൽഗഞ്ചിലാണ് ആദ്യത്തെ പൊതുപരിപാടി. അതിനുശേഷം ജോൺപൂരിലെ മച്ലി ഷഹറിൽ 2ാമത്തെ റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം ബദോഹിയിലാണ് 3ാമത്തെ പൊതുപരിപാടി നിശ്ചയിച്ചിരുന്നത്. ഒപ്പം അവസാന പരിപാടി പ്രതാപ്ഗഡിലാണ് അവസാനത്തെ റാലി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ പ്രതാപ്ഗഡ് റായ്ബറേലി അടക്കമുള്ള മണ്ഡലങ്ങളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെയും ഇന്ന് ഏതായാലും പ്രധാനമന്ത്രിയുടെ റാലി നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ യു.പി പിടിക്കുക, യു.പിയിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം തന്നെയാണ് ബി.ജെ.പിക്കുള്ളത്. കാരണം 2014-ലും 2019-ലും ഒക്കെ ബി.ജെ.പിയുടെ വിജയത്തിൽ യു.പിയിലെ പ്രകടനം വലിയ നിർണായകമായിരുന്നു. ഏതായാലും അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ മുന്നണിയും NDA-ക്കെതിരെ, പ്രത്യേകിച്ച് ബി.ജെ.പിക്കെതിരെ പ്രചാരണം ശക്തമാക്കുന്നുണ്ട്. ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ലക്നൌവിൽ എത്തുകയാണ്. അഖിലേഷ് യാദവുമായി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രത്യേകിച്ച് യു.പിയിൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് അഖിലേഷ് യാദവാണ്. അപ്പോൾ അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു സംയുക്ത വാർത്താ സമ്മേളനവും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായും ബി.ജെ.പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പ്രിയങ്ക ഗാന്ധിയും യു.പിയിൽ സജീവമാണ്. കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി. റായ്ബറേലിയിൽ ഈ 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി രാഹുലിനായി വോട്ട് ചോദിച്ച് അവിടെ സജീവമാണ്. ഇന്ന് 6 പരിപാടികളിലാണ് മണ്ഡലത്തിൽ പ്രിയങ്കയും പങ്കെടുക്കുക. ഇത്തരത്തിൽ ഏതായാലും സജീവമായി തന്നെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുന്നണികളുടെ ഭാഗത്ത് തുടരുകയാണ്. അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ എല്ലാ മുന്നണികളും കൈമേയും മറന്നുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വെക്കേണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത്, പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വം നൽകിയത് കോടതിയിൽ ഉന്നയിക്കാൻ ആണ് ഹർജിക്കാരുടെ നീക്കം. ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ ആണ് ഇത്തരത്തിൽ പൗരത്വ നടപടിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത്. ഇതിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹർജിക്കാർ ഉന്നയിക്കും. രാകേഷ്, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഈ പ്രധാനപ്പെട്ട നീക്കമുണ്ടായത്. അതിവേഗം 14 പേർക്ക് പൗരത്വം നൽകുന്നു. ഇന്നലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഈ പൗരത്വ ഡോക്യുമെൻറ്റുകൾ കൈമാറുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത്. പക്ഷേ വിഷയം കോടതിയുടെ പരിഗണനയിൽ ആണ്. കോടതി സ്റ്റേ ചെയ്യുകയോ മറ്റ് നടപടികളിലേക്കോ കടന്നില്ല എന്നത് വസ്തുതയാണ്. അത് സ്വാഭാവികമായും കേന്ദ്രത്തിന് അനുകൂലമാകുന്ന സാഹചര്യമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു അന്തിമ വിധി വരുന്നതിന് മുമ്പാണ് കേന്ദ്ര സർക്കാർ പൗരത്വം നൽകി നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു കഴിഞ്ഞതാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം നിരവധി ഹർജികളുണ്ടല്ലോ, അവരുടെ ഒരു നീക്കം ഇനി എന്തായിരിക്കും?
അഭിലാഷ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വലിയ ചർച്ചയായ വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം. പ്രത്യേകിച്ച് ഈ വോട്ടെടുപ്പിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് അത് വിജ്ഞാപനം ചെയ്തത്. അന്ന് തന്നെ ഈ ഹർജിക്കാർ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഇതിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ധൃതി പിടിച്ച് നടപ്പാക്കാനുള്ള നീക്കം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നു, ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് കേന്ദ്രം കോടതിയിൽ വിശദീകരിച്ചത് അതിനുള്ള നടപടിക്രമങ്ങളായിട്ടില്ല എന്നൊരു വിശദീകരണമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. തുടർന്ന് സുപ്രീം കോടതി സ്റ്റേ അനുവദിക്കുകയും ചെയ്തിരുന്നില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് 4 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി 3 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്നു. പ്രത്യേകിച്ച് വലിയ സംസ്ഥാനങ്ങളിലാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. കിഴക്കൻ യുപിയുടെ നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ യു പി അടക്കമുള്ള പ്രദേശങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു. കിഴക്കൻ യു പി വാരണാസി അടക്കമുള്ള മേഖലകളിലേക്കാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളത്. ഒപ്പം ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കേണ്ടിയിരിക്കുന്നു. പശ്ചിമ ബംഗാളിലും ചില നിർണായകമായ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പൗരത്വം നൽകിക്കൊണ്ടുള്ള അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടുള്ള തീരുമാനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നേരിട്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തന്നെ 14 പേർക്ക് വിതരണം ചെയ്തു. മൊത്തം 300-ലധികം പേർക്ക് പൗരത്വം നൽകുകയും ചെയ്തു. അപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് അന്ന് കേന്ദ്രം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല എന്നൊരു വിശദീകരണം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ ഹർജി നിലനിൽക്കെ ഇത്തരമൊരു നീക്കം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായൊരു ഇടപെടൽ വേണമെന്നൊരു ആവശ്യമായിരിക്കും ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക. മുസ്ലിം ലീഗ്, DYFI ഉൾപ്പെടെയുള്ള കക്ഷികൾ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ കോടതി ഇനി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും അടിയന്തരമായി തന്നെ ഈ വിഷയം കോടതിയുടെ മുന്നിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഹർജിക്കാരുടെ ഭാഗത്ത് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ തലത്തിൽ ഇന്ന് ശ്രദ്ധേയമാകുന്ന 2 വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഇപ്പോൾ ER രാഗേഷ് പങ്കുവച്ചത്. പ്രത്യേകിച്ച് പൗരത്വ നിയമം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ 2019 ആണ് ഇതുമായി ബന്ധപ്പെട്ട ബില്ല് പാസ്സാക്കിയത്. പക്ഷേ അതിൻ്റെ ചട്ടങ്ങൾ രൂപീകൃതമായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഇതാ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുമ്പോൾ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ നിയമം നടപ്പിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 14 പേർക്ക് ഇപ്പോൾ പൗരത്വം നൽകുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും കോടതി അന്തിമമായൊരു വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നതിനെ ഹർജിക്കാരായിട്ടുള്ളവർ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അത് അടിയന്തരമായി കേൾക്കണമെന്നും ഇനി ഈ പൗരത്വ നിയമം നടപ്പിലാക്കുന്നതുമായി മുന്നോട്ട് പോകരുത് എന്ന നിലപാടുമായിരിക്കും സ്വീകരിക്കുക. അതേസമയം തന്നെ നേരത്തെ ER രാഗേഷ് സൂചിപ്പിച്ചു, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ വ്യാപൃതനാണ് എന്ന്. അതോടൊപ്പം തന്നെ ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ ഇതേ വിഷയത്തിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ 50 ദിവസത്തിന് ശേഷം ആണ് പുറത്തിറങ്ങുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൊക്കെ വ്യാപൃതനാവുകയും ചെയ്തത്. ഇന്നിപ്പോൾ പരിഗണിക്കാൻ പോകുന്ന ഹർജി എന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധം എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കേസിൽ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുള്ളത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത് എന്നിവരടങ്ങിയ 2-അംഗ ബെഞ്ചാണ് ഈ ഹർജിയും പരിഗണിക്കുന്നത്. അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ നേരത്തെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ആ ഹർജി തള്ളുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നിലനിൽക്കും എന്ന നിലപാട് കീഴ്ക്കോടതി സ്വീകരിച്ചു. ഏപ്രിൽ 9 ഹൈക്കോടതി ഹർജി തള്ളുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊന്നായിരുന്നു പ്രജ്വൽ രേവണ്ണയ്ക്ക് എതിരായ ആരോപണം. ലൈംഗിക അതിക്രമ ആരോപണം ആണ് ഉള്ളത്. നിരവധി വീഡിയോകൾ ഉൾപ്പെടെ പുറത്തു വന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. അത് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ NDAക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയെ കസ്റ്റഡിയിൽ എടുക്കുവാനുള്ള നീക്കം ആണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പക്ഷേ അത് സാധിക്കാത്ത ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. കാരണം പ്രജ്വൽ ഇപ്പോഴും വിദേശത്ത് ആണ് ഉള്ളത്. പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിൽ നിന്ന് തിരിച്ചെത്തിയേക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് പ്രജ്വൽ രേവണ്ണയുടെ അറസ്റ്റ് ഉണ്ടായേക്കും, അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുന്ന നടപടി ഉണ്ടാകും എന്നാണ് കരുതിയത്. പ്രജ്വൽ രേവണ്ണ 12:05 മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട് അർദ്ധരാത്രി 12 ബാംഗ്ലൂരിലേക്ക് എത്തും എന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ രേവണ്ണ സഞ്ചരിക്കും എന്ന് പ്രതീക്ഷിച്ച വിമാനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഇനി അന്തർദേശീയ തലത്തിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. കഴിഞ്ഞ ദിവസത്തെ വെടിവെപ്പാണ്. ഈ വെടിവെപ്പിൽ ഗുരുതര പരിക്കേറ്റ സ്ലോവാക്യൻ പ്രധാനമന്ത്രിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. റോബർട്ട് ഫിക്കോ അപകടനില തരണം ചെയ്തതായി ഉപപ്രധാനമന്ത്രി തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഹാൻലോവയിൽ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയപ്പോഴായിരുന്നു റോബർട്ട് ഫിക്കോയ്ക്ക് നേരെ നിരവധി തവണ വെടിവെപ്പ് ഉണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കൃഷ്ണേന്ദുവിൻ്റെ റിപ്പോർട്ടിലേക്കാണിത്. ഇന്നലെ വെടിയേറ്റ് ചികിത്സയിലായിരുന്ന സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച, അതായത് ഇന്നലെ ഹാൻലോവയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങുന്നതിനിടെയാണ് അദ്ദേഹത്തിന് നേരെ അക്രമി വെടിയുതിർത്തത്. ഒരു സർക്കാർ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴായിരുന്നു ആക്രമണം നടന്നത്. ഒന്നിലേറെ തവണ ഇദ്ദേഹത്തിന് വെടിയേറ്റിരുന്നു. വയറിലും തലയ്ക്കും സാരമായ പരിക്കുണ്ടായിരുന്നു. ഫിക്കോയുടെ നില വളരെ ഗുരുതരമായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ പ്രധാനമന്ത്രി അപകടനില തരണം ചെയ്തതായി ഇപ്പോൾ സ്ലോവാക്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അക്രമിയെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. എന്നാൽ അക്രമിയെ സംബന്ധിച്ചുള്ള മറ്റ് വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രമുള്ള സാഹചര്യത്തിലാണ് ഈ ആക്രമണം നടന്നത്. യൂറോപ്പിലുടനീളം ഈ ആക്രമണത്തിന്റെ നിഴൽ വീണിട്ടുമുണ്ട്. യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 3 ആഴ്ച മുമ്പ് രാഷ്ട്രീയ പ്രചാരണം ചൂട് പിടിക്കുന്നതിനിടെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. 27 അംഗ ബ്ലോക്കിൽ ഫിക്കോയെ പോലെയുള്ള പോപ്പുലിസ്റ്റുകളും ദേശീയവാദികളും നേട്ടമുണ്ടാക്കുമെന്ന ആശങ്ക പരക്കുന്ന സാഹചര്യത്തിൽ, അങ്ങനെ ഒരു ആശങ്കയുള്ള സാഹചര്യത്തിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഫിക്കോയെ അധികാരത്തിലെത്തിച്ച സമീപകാല തെരഞ്ഞെടുപ്പ് വലിയ തോതിലുള്ള രാഷ്ട്രീയ ഭിന്നത സൂചിപ്പിക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ കൊലപാതക ശ്രമത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ പ്രേരണയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യം ആഭ്യന്തരമന്ത്രി മാത്യു സുതാച്ച് എസ്തോക്കാണ് മാധ്യമ പ്രവർത്തകരോട് അറിയിച്ചത്. യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സ്ലോവാക്യൻ പ്രധാനമന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ യൂറോപ്യൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൺ അപലപിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കേരളത്തിൽ നിന്നുള്ള വാർത്തകളിലേക്കാണ് വിശദമായി കടക്കുന്നത്. അതിലാദ്യം ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ കടയിൽ കയറി കുത്തിക്കൊന്നു എന്നുള്ള വാർത്തയാണ്. ഫോർട്ട് കൊച്ചി സ്വദേശി ബിനോയ് സ്റ്റാൻലിയാണ് കൊല്ലപ്പെട്ടത്. അത്തിപ്പൊഴി സ്വദേശി അനിലാണ് ആക്രമണം നടത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ ചേരുന്നുണ്ട്. ആജ്ഞ, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഈ കൊലയ്ക്ക് കാരണം? പ്രതിയുടെ പശ്ചാത്തലം അറിയാമോ? അഭിലാഷ്, ഇന്നലെ വൈകുന്നേരം 7:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കാണുന്ന കടയുടെ അകത്ത് അവിടുത്തെ സെയിൽസ്മാൻ ആയിരുന്നു ഈ മരിച്ച ബിനോയ് സ്റ്റാൻലി. ബിനോയ് സ്റ്റാൻലിയെ ഇന്നലെ വൈകുന്നേരം കടയിൽ കയറി കുത്തിക്കൊല്ലുകയായിരുന്നു. അത്തിപ്പുഴ സ്വദേശി അലനാണ് ഈ കേസിലെ പ്രതി. CCTV വിഷ്വൽസിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. പ്രതി കുത്തിക്കൊന്ന ശേഷം കടന്നുകളയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. പോലീസ് നമുക്കിപ്പോൾ കാണാം, വിഷ്വൽസിൽ കാണാം. പോലീസ് ഇപ്പോൾ അവിടെ സീസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ നിന്നും കിട്ടിയ CCTV ദൃശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് അലനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുത്തിക്കൊന്ന ശേഷം അലൻ സ്ഥലം വിടുകയുണ്ടായി. അലൻ ഒളിവിലാണ്. അലന് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ KR മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അലൻ ഈ കേസ് അന്വേഷിക്കുന്നത്. പ്രതിയെ ഉടൻ പിടികൂടുമെന്നൊരു സാഹചര്യം, അല്ല, അങ്ങനത്തെ ഒരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. മറ്റൊരു കാര്യം കൂടി, അലനെതിരെ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നൊരു ആരോപണം കൂടി ഉണ്ട്. ആ കാര്യത്തിൽ അത്ര വ്യക്തതയില്ല. എന്നിരുന്നാലും ഈ ഒരു സംഭവം ഉണ്ടായത് ബിനോയ് സ്റ്റാൻലിയുമായുള്ള എന്തോ മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് അലൻ ബിനോയ് സ്റ്റാൻലിയെ കുത്തിക്കൊന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം 7:45 കൂടിയാണ് ഈ പ്രദേശത്ത് നടക്കുന്ന ഈ സംഭവം ഉണ്ടായത്. കടയിൽ വീണ് കിടക്കുന്ന ബിനോയ് സ്റ്റാൻലിയെ വഴിയാത്രക്കാരിൽ ഒരാൾ കാണുകയായിരുന്നു. അങ്ങനെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. ഈ കണ്ടവർ തന്നെയാണ് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് പോലീസ് ഇവിടെ എത്തി അലന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചത്. അല്ലെങ്കിൽ അലനാണ് എന്ന് പോലീസ് ഇവിടെ എത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് മനസ്സിലാക്കിയത്. അതിനുശേഷമാണ് അലനുമായുള്ള അന്വേഷണം ആരംഭിച്ചത്. എന്തായാലും പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് സംഘമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെയും അലനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നാണ് പോലീസ് ഭാഷ്യം. എന്തായാലും ഉടൻ ഈ
കേസിൽ തീരുമാനമാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോലീസ്. തീർച്ചയായും CCTV ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആരാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നതിൽ ഉൾപ്പെടെ പോലീസിന് വ്യക്തത കൈവരികയാണ്. പക്ഷേ ആജ്ഞ സൂചിപ്പിക്കുന്നത് പോലെ അലൻ്റെ ഒരു പശ്ചാത്തലം നിരവധി കേസുകളിൽ പ്രതിയാണ് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്നതിനപ്പുറത്ത് നമുക്കത് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും സംസ്ഥാനത്ത് ഗുണ്ടകളുടെ വിളയാട്ടം തുടരുന്നു എന്നുള്ള വാർത്ത തുടർച്ചയായി ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗുണ്ടകൾക്കിപ്പോൾ സ്വൈര്യ ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് എന്നതായിരുന്നു ന്യൂസ് 18 വാർത്തയായി നൽകുന്നത്. അതിനിടയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ട പശ്ചാത്തലമുണ്ട്. കരമനയിൽ ഉൾപ്പെടെ കൊലക്കേസിലെ പ്രതികൾ പുറത്തിറങ്ങുകയും യുവാവിനെ കൊല ചെയ്യുകയും ചെയ്തു. അതാകട്ടെ അങ്ങേയറ്റം ക്രൂരകരമായ ദൃശ്യം ആയിരുന്നു മലയാളികൾ കണ്ടത്. എന്തായാലും ഇപ്പോൾ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഭാഗമായി റെയ്ഡ് തുടരുകയാണ്. ഇന്നലെ ഒരാളെ തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയിരുന്നു. എല്ലാ ജില്ലകളിലും പരിശോധന നടത്താനാണ് പോലീസിൻ്റെ തീരുമാനം. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഗുണ്ടകൾക്ക് കേരളത്തിൽ സ്വൈര്യവിഹാരം നടത്താൻ പറ്റുന്നൊരു സാഹചര്യമാണുള്ളത് എന്ന വാർത്ത നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തതാണ്. അതിനിടയിൽ നിരവധി അക്രമ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു. പോലീസ് ഉണർന്നു, അവരുടെ കണ്ണു തുറന്നു എന്നൊക്കെ പ്രതീക്ഷിക്കാമോ ഈ ഘട്ടത്തിൽ? അഭിലാഷ്, ഏതായിരുന്നാലും ഇപ്പോൾ പോലീസിന്റെ പരിശോധന ഇന്നലെയും ഇന്നുമായി നടക്കുന്നുണ്ട്. ഓരോ സമയത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പോലീസ് ഈ തരത്തിലുള്ള നടപടികളുമായി വരാറുണ്ട്. പക്ഷേ ശാസ്ത്രീയ പലപ്പോഴും ഉണ്ടാകും. തീർച്ചയായും ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ വലിയ തോതിൽ പദ്ധതിയൊക്കെ നടപ്പിലാക്കുകയും അങ്ങനെ ഗുണ്ടകളുടെ പട്ടിക തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവരുടെ ഡോക്യുമെൻറ്റുകൾ സൂക്ഷിക്കും, പിന്നീട് ഇവരെ മോണിറ്റർ ചെയ്യും, ഇവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കും. അങ്ങനെയൊക്കെയുള്ള നിരവധി പദ്ധതികൾ കേരളത്തിൽ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം വിജയിച്ചോ എന്നതിൽ ആണ് സംശയം. ഇപ്പോൾ പോലീസ് വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വിനോദ് പറയുന്നത്. വിനോദിൻ്റെ വാക്കുകളിൽ വ്യക്തതക്കുറവുണ്ട്. നമുക്ക് മറ്റു വാർത്തകൾ, ഇന്ന് കേരളത്തിലെ ചർച്ചയാകുന്ന വാർത്തകൾ ഏതൊക്കെ എന്ന് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. ഇവളെ ഇവിടുന്ന് മാറ്റണം. അമ്മ അടുക്കള കയറി ജോലി ചെയ്യാൻ പറ്റൂല. വാർത്താരംഭം തുടരുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ, പരിശീലകർ എല്ലാം വലിയ പ്രതിഷേധത്തിൽ ആയിരുന്നു. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ആയിരുന്നു ഈ പ്രതിഷേധം. ഗതാഗത മന്ത്രി പുറത്തായിരുന്നു, വിദേശത്തായിരുന്നു. അദ്ദേഹം തിരികെ എത്തി സമരക്കാരുമായി ചർച്ച നടത്തുകയും അങ്ങനെ സമരം അവസാനിക്കുകയും ചെയ്തു. അതോടുകൂടി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. പരിഷ്കാരങ്ങളിൽ ഭൂരിഭാഗവും തൽക്കാലത്തേക്ക് മാറ്റിവെച്ചതോടെയാണ് സമരം അവസാനിച്ചത്. 2 ലക്ഷത്തിലധികം അപേക്ഷകൾ കാത്തുകെട്ടിക്കിടക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരം. ഡാൻ കുര്യനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. ഗതാഗത മന്ത്രിയുമായി തൊഴിലാളി സംഘടനകളും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും നടത്തിയ ചർച്ചയുടെ ഫലമായി ഉണ്ടായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധത്തിൽ നിന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പിന്മാറിയിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇന്നു മുതൽ സംസ്ഥാനത്തെ എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലും ടെസ്റ്റ് വീണ്ടും സാധാരണ നിലയിൽ പുനരാരംഭിക്കുന്നതിനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നതും ഇന്ന് ഒരു ദിവസം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതിന് ആവശ്യമായി വരുമെന്നാണ് വിലയിരുത്തൽ. രാവിലെ മുതൽ തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സ്ലോട്ട് അനുവദിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാഭാവികമായി ഇന്ന് 40 പേർക്കാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന മുട്ടത്തറയിലെ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ 40 പേർക്കാണ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള നീക്കം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ തന്നെ സ്ലോട്ട് അനുവദിക്കപ്പെട്ട ആളുകൾ മുട്ടത്തറയിലേക്ക് എത്തുന്നുമുണ്ട്. എന്തായാലും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകളുടെ പ്രതിനിധിയും ഈ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഭാരവാഹികൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. എന്നാണ് ഇന്നത്തെ ഒരു നടപടി എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്? ഇന്നത്തെ നടപടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ സ്ലോട്ട് കിട്ടിയതിന്റെ കാര്യം നേരത്തെ ക്യാൻസൽ ആയെന്നാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ടോ ലിസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇനി നാളെ മുതൽ ആസ്യൂഷലാണ് ഈ സംഭവം. നമ്മൾ എങ്ങനെ നടത്തിക്കൊണ്ട് പോയിരുന്നോ അതേപോലെ ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകും. ബഹുമാനപ്പെട്ട മന്ത്രി ഞാൻ നന്ദി തന്നെയാണ് പറയാനുള്ളത്. ഇവരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഏതൊരു കുഴപ്പമില്ല. അവർ ചെയ്തില്ലേ പറ്റുള്ളൂ. സ്ലോട്ടിലെ പേരുണ്ടല്ലോ, ഞാൻ ചെയ്ത് തന്നല്ലേ പറ്റുള്ളൂ. ടെസ്റ്റിൽ പങ്കെടുക്കേണ്ട ആളുകൾ എത്തുന്നുണ്ടോ? എങ്ങനെയാണ് പങ്കെടുക്കുന്ന ആൾക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 2-3 സ്ലോട്ടിൽ കയറി കഴിഞ്ഞ് പോവുകയും ചെയ്തു. ടെസ്റ്റ് കഴിഞ്ഞു. നാളെ ആസ്യൂഷൽ. ഇനി അതിനെപ്പറ്റി ഏതൊരുവിധ മന്ത്രി എന്ന ഉറപ്പുകളൊക്കെ ഞങ്ങളും പാലിക്കും, മന്ത്രിയും പാലിക്കും. ശരി, വളരെ നന്ദി. ഓക്കെ.
അപ്പോൾ അത്തരത്തിലാണ് ആ ഒരു തീരുമാനത്തിലാണ് ഈ ടെസ്റ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 8:30ക്കും 10:30ക്കുമാണ് ഈ സ്ലോട്ടുകൾ അനുവദിക്കുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ ടെസ്റ്റിന് പങ്കെടുക്കേണ്ട ആളുകൾ അകത്തേക്ക് എത്തേണ്ടത്. സ്വാഭാവികമായി റീടെസ്റ്റിന് വരുന്ന ആളുകൾക്ക് അതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. നാളെ മുതൽ എല്ലാ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലും സാധാരണഗതിയിലേക്ക് ഈ ടെസ്റ്റ് എത്തിച്ചേരും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും MVIമാരും എല്ലാം ഉള്ളത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. റൈറ്റ്. അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നത് 2.5 ലക്ഷത്തോളം പേർ ആണ്. അവർ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ പൂർത്തിയായി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അറിയിക്കാനുള്ളത് സംസ്ഥാനത്തെ ഈ അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ ഇന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഏകജാലക സംവിധാനം വഴിയാണ് പ്രവേശനം. ഓൺലൈനിൽ ഈ മാസം 25 വരെ അപേക്ഷിക്കുകയും ചെയ്യാം. hscap.kerala.government.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിൽ പബ്ലിക് എന്ന വിഭാഗത്തിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. www.admission.dge.kerala.government.in ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വഴിയാണ് അഡ്മിഷൻ സൈറ്റിൽ പ്രവേശിക്കേണ്ടത്. ഒരു റവന്യൂ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലേക്കുമായി ഒരൊറ്റ അപേക്ഷ മതി. എന്നാൽ മറ്റ് ജില്ലകളിൽ താൽപ്പര്യം ഉണ്ടെങ്കിൽ പ്രത്യേകം അപേക്ഷ നൽകണം. അപേക്ഷാ ഫീസായ 25 രൂപ പ്രവേശന സമയത്ത് അടച്ചാൽ മതി. സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം നൽകേണ്ടതില്ല. +1 പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് 29-നാണ് നടക്കുക. ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ 5-നും 2ാം അലോട്ട്മെൻറ്റ് ജൂൺ 12-നും 3ാം അലോട്ട്മെൻറ്റ് ജൂൺ 19-നും ആയിരിക്കും. ജൂൺ 24-ന് ക്ലാസുകൾ ആരംഭിക്കും. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, കേരളം ആരോഗ്യരംഗത്ത് ഒട്ടേറെ മുന്നിൽ നിൽക്കുന്ന, ഒരുപക്ഷെ രാജ്യത്ത് ആരോഗ്യ സൂചികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ അവിടെ നിന്നും മലയാളികൾക്ക് നിരക്കാത്ത നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മൃതദേഹവുമായി അർദ്ധരാത്രി ബന്ധുക്കൾ പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. 70-കാരി ഉമൈബ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ മൂലം എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പനി ബാധിച്ച ഉമൈബ ന്യൂമോണിയയായി ഗുരുതരാവസ്ഥയിൽ ആയത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനോട് മിനിമം കാണിക്കേണ്ട പരിഗണന കാണിച്ചില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നിൽക്കുന്ന പല രാഷ്ട്രീയത്തിൽപ്പെട്ടവരാ. രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല ഈ സംസാരിക്കുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ രാഷ്ട്രീയമൊന്നും ഇതിന്റെ മേലെ എടുത്ത് കെട്ടുകയും വേണ്ട. ഇവിടെ ഉമ്മാനെ കൊണ്ടുവന്ന് പനിയുമായിട്ട് കൊണ്ടുവന്ന ഉമ്മാടെ പനി കൂടിയിട്ട് അത് ന്യൂമോണിയ ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? 24 ദിവസമോ 3 പ്രാവശ്യമായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത്. ഇവിടെ മെഡിസിൻ ഡോക്ടർ വളരെയധികം മിസ്ബിഹേവ് എന്നോട് ചെയ്ത്, അക്രമമാണ് ചെയ്തത്. ആരെ നോക്കണം, എപ്പോ നോക്കണമെന്നൊക്കെയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. നട്ടല്ലൂത്തി പരിശോധിക്കാൻ സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പോ ഇവിടുത്തെ PG ചോദിക്കാൻ എന്താണെന്നറിയാമോ? ഏത് സൂപ്രണ്ട്, ആരെ നോക്കണം, എപ്പോ നോക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. സാധാരണക്കാരോട് ഇതാണ് പറയണ്ട. 24 ദിവസം ഞാൻ ഈ ഹോസ്പിറ്റലിലെയും ഇവിടുത്തെ ഡോക്ടർമാർ, ഞാൻ സാറിനോട് സംസാരിക്കില്ല സാറേ. ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ ഉമ്മയെ 3 പ്രാവശ്യം അഡ്മിറ്റ് ചെയ്തു. ഈ ഹോസ്പിറ്റലിനെയും ഇവിടുത്തെ ഡോക്ടർമാരെയും അടിയുറച്ച് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ മുഖം ഇവിടെ പല സ്റ്റാഫിനും അറിയാം, പല പേഷ്യൻസിനും വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് ഓടുന്നതാണ്. എന്റെ ഉമ്മയാണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കും. ശരണ്യ സ്നേഹജനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, ഇതിപ്പോൾ തുടർച്ചയായി ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇതിപ്പോൾ ഏറ്റവും ഒടുവിലും അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് പറയുന്നു. സ്വാഭാവികമായി ഇനി അതിലിപ്പോൾ റിപ്പോർട്ടൊക്കെ വരാൻ സമയമെടുക്കും. പക്ഷേ എന്തുകൊണ്ടാണിത്? ഈ പ്രതിഷേധിക്കുന്ന ആൾ തന്നെ പറയുന്നുണ്ട് ഇത് എത്രയോ സംഭവങ്ങൾ അദ്ദേഹം തന്നെ ഓർത്തെടുക്കുന്നു, അല്ലെങ്കിൽ അത് ആ വാക്കുകളിൽ ഏറ്റവും ഒടുവിൽ സൂചിപ്പിക്കുന്ന അതാണ്. എത്രയോ പേർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അഭിലാഷ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരം ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചികിത്സാ പിഴവ് മൂലം അല്ലെങ്കിൽ അനാസ്ഥ മൂലം രോഗികൾ മരിക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏക ആശുപത്രിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി. കാരണം തീരദേശ മേഖല ഉൾപ്പെടെ വരുന്ന ആലപ്പുഴ ജില്ലയിൽ ഇത്തരത്തിൽ മറ്റൊരു സംവിധാനമില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് എല്ലാ സംവിധാനം, ട്രോമാ കെയർ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും കിട്ടുന്ന ഒരു ആശുപത്രിയില്ല. അത് സർക്കാർ മേഖലയിലുള്ള
തരത്തിലുള്ള ഈ മെഡിക്കൽ കോളേജ് മാത്രമാണ് ഉള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രസവത്തിനെ തുടർന്ന് ചികിത്സ തേടിയ യുവതിക്ക് അണുബാധ ഉണ്ടാവുകയും പിന്നീട് അവർ മരണപ്പെടുകയും ചെയ്തത്. അത് കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം ആശുപത്രിയിൽ ഉണ്ടാവുകയും ആ സംഭവത്തിനകത്ത് ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അടുത്ത കേസ് കൂടി ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ട ഉബൈമയുടെ കേസ് തന്നെയാണെങ്കിൽ അത് 25 ദിവസം മുമ്പാണ് അവർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പനി ബാധിച്ച് ചികിത്സയ്ക്കായി എത്തുന്നത്. ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ അവർക്ക് ന്യൂമോണിയ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. ഈ രോഗം മൂർച്ഛിക്കാനും ന്യൂമോണിയയിലേക്ക് കടക്കാനുമുള്ള കാരണം ഡോക്ടർമാരുടെ അനാസ്ഥയാണ് എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് തന്നെ ഇവർ ഇത്തരത്തിൽ നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം അത്തരം അനാസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ബന്ധുക്കളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ഇവരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് മാറ്റുകയും അവിടെ ഇന്ത്യൻ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് കയറ്റുകയും ചെയ്തിരുന്നു. ഒരു ദിവസത്തിന് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും കോട്ടയത്തേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കോട്ടയത്തേക്ക് കൊണ്ടുപോയ രോഗി ഇന്നലെ രാത്രിയോടെ മരണപ്പെടുകയും ചെയ്തു. ഇതിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം വെറും ഒരു പനിയായി വന്ന ആ സ്ത്രീക്ക് അത്തരത്തിൽ രോഗം മൂർച്ഛിക്കാൻ ന്യൂമോണിയ അവസ്ഥയിലേക്ക് പോകാനും ഉണ്ടായ സാഹചര്യം ഡോക്ടർമാരുടെ അനാസ്ഥയാണെന്നുള്ളതാണ്. ഈ കേസ് ഷീറ്റിൽ പരാമർശിക്കുന്നത് ഡോക്ടർ അമ്പിളിയാണ് ആ ജനറൽ മെഡിസിൻ വിഭാഗത്തിന്റെ ആ വാർഡിൽ അവരെ നോക്കേണ്ട സീനിയർ ഡോക്ടർ അമ്പിളിയുടെ പേരാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്നാൽ കേസ് ഷീറ്റിൽ ആ പേരുണ്ടെങ്കിൽ പോലും ആ ഡോക്ടർ ഒരിക്കൽ പോലും ആ രോഗിയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവിടെ PG സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ചികിത്സിച്ചത് എന്നുള്ള കാര്യവും സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇവർക്ക് ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് നട്ടെല്ല് കുത്തി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്, അതായത് സൂപ്രണ്ടിന്റെ നിർദ്ദേശം പോലും അവഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന ആരോപണം. എന്തായാലും ഇന്നലെ രാത്രി 10 മണിക്ക് ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണം സ്ഥിരീകരിക്കുകയും ഒരു 12-11 മണിയോടുകൂടി മൃതദേഹവുമായി ബന്ധുക്കൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് എത്തുകയുമായിരുന്നു. അതിനുശേഷം അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം ഉണ്ടാകുന്ന ഈ കഴിഞ്ഞ ദിവസം മരിച്ച ഷിബിനയുടെ കേസ് അടക്കം ആ അമ്പലപ്പുഴ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ രണ്ടാമത്തെ മരണവും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം വേണം, നീതി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് സാധാരണക്കാരായ ആളുകൾ അവിടെ പ്രതിഷേധിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പുലർച്ചെ 1 മണിയോടുകൂടി ആശുപത്രിയിലെത്തി അവർക്ക് ഉറപ്പ് നൽകി, അതായത് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താമെന്ന് ഉറപ്പ് നൽകി സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് ആ മൃതദേഹവുമായി ബന്ധുക്കൾ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2 കേസുകളും ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ പോലും മെഡിക്കൽ ബോർഡ് കൂടി അവർ എടുക്കുന്ന തീരുമാനം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അവരുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാനായി മെഡിക്കൽ കോളേജിനടക്കം കഴിയുകയുള്ളൂ. പക്ഷേ നമ്മൾ സാധാരണഗതിയിലുള്ള സംഭവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ മെഡിക്കൽ ബോർഡ് കണ്ടെത്തി ഡോക്ടർമാരടങ്ങുന്ന സംഘം അതിനകത്ത് നടത്തിയ പരിശോധനകളിൽ ഒന്നും തന്നെ ചികിത്സാ പിഴവ് അവർക്ക് ഒട്ടുമിക്ക കേസുകൾ എന്നല്ല ഭൂരിപക്ഷം കേസുകളിലും അത്തരത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഒരു ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ള ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനകത്ത് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ആ കുടുംബവും പങ്കുവെക്കുന്നില്ല. അതാണ് എന്തായാലും സാധാരണക്കാരായ ആളുകൾക്ക് എപ്പോഴും സർക്കാർ ആശുപത്രികളെ തന്നെയാണ് ആശ്രയിക്കാൻ സാധിക്കുക. സർക്കാർ ആശുപത്രികളിൽ വലിയ പരിമിതികൾ ഉണ്ട്, ഡോക്ടർമാരുടെ എണ്ണത്തിലടക്കം കുറവുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചികിത്സകൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഈ പ്രതിഷേധക്കാരൻ പറയുന്നത് തുടർച്ചയായി 24 ദിവസത്തോളം തുടർച്ചയായി ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം ഓരോ ദിവസവും അസുഖം കൂടുന്നതല്ലാതെ കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണെങ്കിലും വൈദ്യശാസ്ത്ര രംഗത്തിനും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയ്ക്കുമൊക്കെ നിസ്സഹായമായി നിൽക്കേണ്ടി വരുന്ന മറ്റ് ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന രോഗം. സാധാരണ ഈ രോഗാവസ്ഥയ്ക്ക് കൃത്യമായൊരു മെഡിസിൻ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഈ രോഗത്തിൻ്റെ പ്രതിസന്ധി. വളരെ അപൂർവമായി മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരസുഖം കൂടിയാണിത്. ഇപ്പോഴിതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ അസുഖം ബാധിച്ച് ഒരു പെൺകുട്ടി ചികിത്സയിലാണ്. ആ പെൺകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ പെൺകുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. കടലുണ്ടിപ്പുഴയിൽ കുളിച്ചപ്പോഴായിരുന്നു അമീബ കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിച്ചത് എന്നാണ് നിഗമനം. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറും അതോടൊപ്പം തന്നെ CV അനുമോദും ആണ് ചേരുന്നത്. ആദ്യം അനീഷിലേക്ക്. അനീഷ്, സാധാരണ ഇതിൻ്റെ ഒരു ചികിത്സാ രീതി എന്നത് ഈ അസുഖബാധയ്ക്ക് ശേഷമുണ്ടാകുന്ന മറ്റസുഖങ്ങളെ തടയുക, അതിനുവേണ്ടിയുള്ള മെഡിസിനൊക്കെ നൽകുക, അങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം എന്നതാണല്ലോ.
ഡോക്ടർമാരുടെ പ്രതികരണങ്ങളിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ കുട്ടിയുടെ നില ഇപ്പോഴെങ്ങനെയാണ്? അഭിലാഷ്, കുട്ടിയുടെ ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും ഏറ്റവും ഒടുവിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് കുട്ടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമായി തന്നെ തുടരുന്നു. മരുന്നുകൾ കാര്യമായി ഫലപ്രദമാവുന്നില്ല കുട്ടിക്ക് എന്നത് തന്നെയാണ് ഈ ഡോക്ടർമാർ നൽകുന്ന ഏറ്റവും ദുഃഖകരമായ കാര്യം. കാരണം ഈ അസുഖത്തിന്, ഈ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന രോഗത്തിന് കൃത്യമായ മരുന്നുകൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം. ഈ രോഗത്തിനുള്ള ചികിത്സയ്ക്കപ്പുറം രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് പലപ്പോഴും നൽകുക. പനി, ഒപ്പം തലകറക്കം, ഛർദി, അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിയവയാണ്. ഇവയ്ക്കുള്ള മരുന്നുകൾ നൽകുക എന്നതാണ് ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിദേശത്ത് നടക്കം മരുന്നുകൾ വരുത്തി കുട്ടിക്ക് നൽകാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നു. നെഗ്ലോറിയയ്ക്ക് എതിരെയുള്ള ഫലപ്രദമെന്ന് കരുതുന്ന ഒരു കൂട്ടം മരുന്നുകളുടെ സംയുക്തമുണ്ട്. ആ സംയുക്തം ഉപയോഗിച്ചാണ് ഈ ചികിത്സ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിദേശത്തു നിന്നും ഇതിന് ഏതാണ്ട് കുറച്ചുകൂടി ഫലപ്രദമെന്ന് കരുതുന്ന ഒരു മരുന്ന് എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്തുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അടക്കം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുവന്നു. രോഗലക്ഷണങ്ങളോടെ 4 കുട്ടികൾ കൂടി ഇവിടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുമ്പായി ആ സാമ്പിളുകൾ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആ കുട്ടികൾക്കും രോഗബാധ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അവരും സമാനമായി തന്നെ ഈ പുഴയിൽ കുളിച്ച കുട്ടികളാണ്. നേരിട്ട് ഒരു രോഗിയിൽ നിന്നും മറ്റൊരു രോഗിയിലേക്ക് ഈ രോഗം പടരില്ല എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, പ്രത്യേകിച്ചും ശുദ്ധജല തടാകങ്ങളിലും മറ്റുമൊക്കെയാണ് ഈ അമീബ കാര്യമായി കാണുന്നത്. ഈ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ഉപ്പുവെള്ളം കയറി ഇറങ്ങുന്ന ഇടങ്ങളിലെ വെള്ളത്തിലോ ഒന്നും ഇതിന്റെ സാമീപ്യം ഉണ്ടാകാറില്ല. വളരെ അപൂർവമായി ഈ 10,000-ൽ ഒരാൾക്ക് മാത്രമൊക്കെ കാണാൻ കഴിയുന്ന ഒരു രോഗമെന്നാണ് ആരോഗ്യവകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലോ മറ്റുമൊക്കെയാവും ഈ അമീബ ശരീരത്തിൽ പ്രവേശിച്ചാലും കാര്യമായ ഒരു പ്രതിപ്രവർത്തനം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതായാലും കുട്ടിയുടെ നില അങ്ങേയറ്റം ഗുരുതരമായി തന്നെ ഈ ഘട്ടത്തിലും തുടരുന്നു. ഒരു ആശാവഹമായൊരു വിവരം ആശുപത്രിയിൽ നമുക്കിപ്പോഴും നൽകാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണ്. അഭിലാഷ്, ആശാവഹമായ ഒരു വിവരത്തിന് വേണ്ടി നമുക്ക് എന്തായാലും കാത്തിരിക്കാം. CV അനുമോദ്, ഇതിലിപ്പോൾ ഈ കുട്ടിയുടെ നില മോശം എന്നാണ് അറിയുന്നത്. അതേസമയം ആ പ്രദേശത്ത് വലിയ ആശങ്കയുണ്ട്. സാധാരണ മലയാളികൾക്ക് അത്ര പരിചിതമല്ല ഇങ്ങനെയൊരു അസുഖം. ഏത് തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്? അഭിലാഷ്, ഈ രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെയും അതുപോലെ ലക്ഷണങ്ങളുള്ള മറ്റ് കുട്ടികളുടെയും വീടും പരിസരവും എല്ലാം ഇതിനോടകം തന്നെ ശുചീകരിച്ചു കഴിഞ്ഞു, ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. പരിസരത്തുള്ള 50ഓളം വീടുകളിൽ ക്ലോറിനേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കുട്ടികൾ കുളിച്ച ആ കടവും അതിനോടനുബന്ധിച്ചുള്ള മറ്റു കടവുകളും കടലുണ്ടി പുഴയുടെ 2 കിലോമീറ്റർ ചുറ്റളവിൽ അടച്ച് കെട്ടുവാനും അല്ലെങ്കിൽ ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന അറിയിപ്പ് കൂടെ സ്ഥാപിച്ച് വഴിയടച്ച് കെട്ടുവാനുമാണ് ആദ്യം നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു മെയ് 1 കുട്ടികൾ കുളിച്ചത് എന്നാണ് അറിയുന്നത്. അതിനുശേഷം ഈ രോഗം സ്ഥിരീകരിക്കുന്നത് വരേക്ക് കൂടുതൽ ആളുകൾ ഇവിടെ കുളിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഇവിടെ കുളിച്ചവർ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ മെഡിക്കൽ അധികൃതരുമായിട്ട് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണമെന്ന നിർദ്ദേശം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ ഈ മേഖലയിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു പകരുന്ന മറ്റ് അസുഖങ്ങളെ പോലെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖമല്ല. പക്ഷേ ഈ ഒരു ബാക്ടീരിയ അമീബയുടെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയ ഈ ഒരു മേഖല അവിടെ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നാണെങ്കിലും ഈ ആദ്യം ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ച ഈ കടവ് അടച്ചു കെട്ടുക, തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതുപോലെ ലക്ഷണങ്ങളുള്ളവർ കണ്ടെത്തി അവർക്ക് ചികിത്സ നൽകുക എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് മുൻപിലുള്ളത്. എന്നാണെങ്കിലും ഈ ഒരു നടപടികളുമായി ഇന്നലെ തന്നെ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുമ്പോഴും എത്ര പേർ ഇവിടെ കുളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വിവരം ലഭിക്കാത്തതാണ് ഈ ഒരു പ്രദേശത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനും ഒക്കെ ഒരു ആശങ്ക നൽകുന്ന ഒരു കാര്യം. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് CV അനുമോദും ഒപ്പം MS അനീഷ് കുമാറും നൽകിയത്. അതോടൊപ്പം എറണാകുളം വേങ്ങൂരിൽ വ്യാപകമായി മഞ്ഞപ്പിത്തം പടരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മഞ്ഞപ്പിത്ത ബാധയേറ്റ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവർക്കായുള്ള ധനസമാഹരണം ഇന്നു മുതൽ ആരംഭിക്കും.
പ്രദേശവാസികളിൽ നിന്നും സുമനസ്സുകളിൽ നിന്നും പണം സ്വരൂപിക്കാനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. ഇതോടെ പ്രദേശത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം 189 ഉയർന്നിട്ടുണ്ട്. 43 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. വക്കുവള്ളിയിലെ ജലസംഭരണിയാണ് മഞ്ഞപ്പിത്ത ബാധയുടെ ഉറവിടം എന്ന് സ്ഥിരീകരിച്ചതോടെ ജല അതോറിറ്റിക്ക് എതിരെ പ്രതിഷേധം ശക്തമാണ്. ക്ലോറിനേഷനിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം. എന്തായാലും പ്രദേശവാസികൾ എല്ലാവരും സഹകരിച്ച് അസുഖബാധിതർക്ക് ഉള്ള പണം കണ്ടെത്താൻ സാധിക്കട്ടെ. കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ മറ്റൊരു വാർത്തയായിരുന്നു കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ്. ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രതി രാഹുൽ. പരാതിക്കാരിയോട് മോശമായി പെരുമാറിയെന്ന ആരോപണം ഉയർന്നതോടെ പന്തീരാങ്കാവ് SHOയെ ഇന്നലെ ഉത്തരമേഖല IG സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനിടെ പ്രതിയുടെ വിവാഹ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറും അതോടൊപ്പം തന്നെ ആജ്ഞ രവീന്ദ്രനും ആണ് ചേരുന്നത്. അനീഷ്, ഈ പ്രതി എവിടെ എന്നതിലൊക്കെ വ്യക്തതക്കുറവുണ്ട്. പക്ഷേ കോടതിയെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിക്കും എന്നുള്ളതാണല്ലോ വിവരം. തീർച്ചയായും പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏറ്റവും ഒടുവിൽ കർണാടക ഭാഗത്തു നിന്നും ഈ പ്രതിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ ലഭിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ പോലീസ് ഔദ്യോഗികമായി പ്രതി കേരളത്തിന് പുറത്താണോ അതോ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയ ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക്, സിംഗപ്പൂർ അടക്കമുള്ള ഇടങ്ങളിലേക്ക് പോയി എന്ന ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. കാരണം മിനിയാന്ന് വൈകിട്ടാണ് പ്രതിക്കെതിരെ ഈ കൊലപാതക ശ്രമവും സ്ത്രീധന നിരോധന നിയമവും പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തത്. ഇതിനുശേഷമാണ് വളരെ പെട്ടെന്ന് അതുവരെ സ്ഥലത്തുണ്ടായിരുന്ന പ്രതി സ്ഥലത്ത് നിന്നും മാറിയത്. രാഹുൽ കുടുംബം പറയുന്നത് അനുസരിച്ച് അയാൾ നിയമ നടപടികൾക്ക് വിധേയമാവുന്നതിനായി അഭിഭാഷകരുമായി കൂടിയാലോചനകൾ നടത്തുന്നു. മുൻകൂർ ജാമ്യ ഹർജി നൽകുന്നതിനുള്ള ഒരുക്കത്തിലാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ പിന്നീട് കുടുംബവുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ഇയാളെ കുറിച്ച് ലഭിച്ചിട്ടുമില്ല. എന്തായാലും പോലീസ് ഊർജിതമായ ശ്രമങ്ങൾ പ്രതിയെ പിടികൂടാനായി നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അല്പം അയഞ്ഞ സമീപനം ഈ SHO അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായതാണ് ഈ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചതെന്നുള്ള ആരോപണമാണ് മുന്നോട്ട് പലരും വെക്കുന്നത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിനകം രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് യൂത്ത് കോൺഗ്രസ് 10 മണിക്ക് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ ഒരുങ്ങുന്നു. ഇത്തരത്തിൽ വലിയ സമ്മർദ്ദം ഇപ്പോൾ പോലീസിന് പുറത്തുണ്ട്. കാരണം കയ്യിൽ വന്നു ചേർന്ന ആളെ വിട്ടുകളഞ്ഞ ശേഷം പിന്നീട് അയാൾക്ക് വേണ്ടി പരക്കെ തെരച്ചിൽ നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു കൃത്യമായ അനാസ്ഥയാണ് ഈ കേസിൽ വെളിപ്പെട്ടിരിക്കുന്നത് എന്നാണ്. എന്തായാലും പന്തീരാങ്കാവ് SHO ഇന്നലെ തന്നെ ജില്ലാ പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം ഉത്തരമേഖല IG സസ്പെൻഡ് ചെയ്തിരുന്നു. വകുപ്പുതല നടപടികളടക്കം ഇയാൾക്കെതിരെ എടുക്കുമെന്ന വിവരങ്ങൾ ലഭിക്കുന്നു. പെൺകുട്ടിയുടെ പരാതി വേണ്ടത്ര ഗൗരവത്തോടെ ഇടപെട്ടില്ല, മാന്യമായ പെരുമാറ്റം പെൺകുട്ടിയോട് ഉണ്ടായില്ല എന്നീ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ രാഹുലിന്റെ അമ്മയും സഹോദരിയും അടക്കമുള്ളവരും വലിയ രൂക്ഷമായ ആരോപണങ്ങൾ ഈ യുവതിക്കെതിരെ ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അമ്മയുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് പ്രതി ക്രൂരമായ മർദ്ദനം തന്നെ ഏൽപ്പിച്ചതെന്ന് യുവതി മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അമ്മയെയും സഹോദരിയും ഒക്കെ അടക്കം കേസിൽ പ്രതി ചേർക്കുന്നതിനുള്ള ആലോചനകളും നടത്തുന്നുണ്ട്. ഇതിനകം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് അമ്മയുടെയും സഹോദരിയുടെയും മൊഴികൾ രേഖപ്പെടുത്തിയതായും വിവരങ്ങൾ വരുന്നുണ്ട്. വൈകാതെ ഇവരെയും ഒരുപക്ഷെ പ്രതി ചേർത്തേക്കും. എന്തായാലും പ്രതിയെ കണ്ടുപിടിക്കാനുള്ള ഊർജിതമായ ശ്രമം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആജ്ഞ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, ഈ ഉത്ര സംഭവം, വിസ്മയ കേസൊക്കെ മലയാളിയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പന്തീരാങ്കാവിലും എന്ത് സംഭവിച്ചു എന്ന് മലയാളികൾക്ക് അറിയാൻ കൂടുതൽ താല്പര്യമുണ്ടാവുക. പക്ഷേ അതിലിപ്പോഴും ഒരു അവ്യക്തതയുണ്ടല്ലോ. തുടക്കത്തിൽ ഇതൊരു സ്ത്രീധന പീഡനം എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പ്രതി രാഹുലിൻ്റെ കുടുംബം പറയുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു മർദ്ദനത്തിലേക്ക് കടന്നത് എന്നതാണല്ലോ വ്യക്തമാകേണ്ടത്. അവിടെ 2 കുടുംബങ്ങളും പ്രത്യാരോപണങ്ങളിൽ നിൽക്കുകയാണല്ലോ. കൂടുതൽ വ്യക്തത വരുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ രാഹുൽ മറ്റു വിവാഹമൊക്കെ ചെയ്തിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ. അഭിലാഷ്, രാഹുൽ എന്ന ഈ ചെറുപ്പക്കാരൻ അങ്ങേയറ്റം ടോക്സിക്കായ ഒരു ആളാണ് എന്നൊരു വിലയിരുത്തലാണ് മൊത്തത്തിൽ വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ
കഴിയുന്നത്. കാരണം മുൻപ് എറണാകുളത്തുള്ള ഒരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിക്കുന്നു. അത് എൻഗേജ്മെന്റ് വരെ എത്തുന്നതിന് മുൻപ് തന്നെ അത് അലസിപ്പോക്കുന്നു. തുടർന്നാണ് നമ്മൾ സൂചിപ്പിച്ച ഈ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ചതാകട്ടെ അതായത് വീട്ടുകാർ തീരുമാനിച്ച വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുന്നു. അതിനു മുൻപ് തന്നെ ജർമ്മനിയിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോകാൻ എന്നുള്ള അതിന്റെ അതായത് അതിലേക്കുള്ള മറ്റു നൂലാമാലകളൊക്കെ കടക്കാൻ വേണ്ടിയിട്ട്, പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള നൂലാമാലകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ രജിസ്റ്റർ ചെയ്തത് എന്നൊരു ന്യായീകരണമാണ് ഇന്നലെ രാഹുലിന്റെ അമ്മ നമ്മളോട് സംസാരിച്ചത്. അതേസമയം ഈ വിവാഹം ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം വിവാഹമായെന്ന ഒന്ന് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹത്തിനെത്തുമ്പോൾ പെൺകുട്ടിയും വീട്ടുകാരും നിരന്തരമായി സ്ത്രീധനം ആവശ്യപ്പെട്ട് രാഹുലും കുടുംബാംഗങ്ങളും നിരന്തരമായി ടോർച്ചർ ചെയ്യുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് പെൺകുട്ടി ഉൾപ്പെടെ കുടുംബവും പെൺകുട്ടിയും അതിൽ നിന്നും പിന്മാറുന്നത്. അതായത് ഈ രണ്ട് റിലേഷൻഷിപ്പിലും ഇത്രയും ടോക്സിക് ആയ ഒരാളാണ് രാഹുൽ എന്ന കാര്യം വ്യക്തമാണ്. ആ കാര്യത്തിൽ അതിലുള്ള വിവാഹമോചന കേസ് ഇപ്പോഴും നടക്കുന്നതേയുള്ളൂ. അതേ കേസ് നിലനിൽക്കുമ്പോഴാണ് ഈ പറവൂരിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതും അതേ മണ്ഡപത്തിൽ വെച്ച് തന്നെ, അതായത് ഇദ്ദേഹത്തിന് വിവാഹം നിശ്ചയിച്ച അതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തുന്നതുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊരു റിവഞ്ച് പോലെ ഏറ്റെടുക്കുകയായിരുന്നോ എന്നൊരു സംശയം കൂടി ഇങ്ങനെ ഒരു വിദഗ്ധരുടെ വിലയിരുത്തൽ ഈ കാര്യത്തിലുണ്ട്. എന്തൊക്കെ ആയാലും ഇത്രയും ടോക്സിക് ആയ ഒരാളിൽ നിന്നും ഇനി ആ പെൺകുട്ടിയെ പറ്റി ഇന്നലെ നമ്മൾ കേട്ടതാണ്. അവരുടെ വീട്ടുകാർ, അത് രാഹുലിന്റെ അമ്മയും സഹോദരിയും, രണ്ട് സ്ത്രീകളാണ്. ആ പെൺകുട്ടിയെ ഏതൊക്കെ തരത്തിൽ ഡിമോറലൈസ് ചെയ്യാമോ അവരുടെ പല റിലേഷൻഷിപ്പുകളെ മെൻഷൻ ചെയ്ത്, അതല്ലെങ്കിൽ അവരുടെ സൗഹൃദങ്ങളെ മെൻഷൻ ചെയ്തു ഇത്തരത്തിൽ അവരെ ഒരു സദാചാര വിധേയയാക്കി, സദാചാര പോലീസിംഗിന് വിധേയയാക്കി അത്തരത്തിൽ ആ പെൺകുട്ടിയെ ഡിമോറലൈസ് ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. എന്തൊക്കെയാണെങ്കിൽ പോലും വനിതാ കമ്മീഷൻ ഇന്നലെ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ് അതിനുള്ള ഉത്തരം. എന്തൊക്കെയാണെങ്കിലും സ്ത്രീ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന ആൾ തന്റെ ഭാര്യയെ കൈവയ്ക്കാൻ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാനുള്ള, അവരുടെ ശരീരത്തിൽ മർദ്ദിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് കാണുന്നു എന്ന്, അത് സർവ്വസാധാരണമാണ് എന്ന് വിലയിരുത്തുന്ന പോലീസ് കേരളത്തിന് മാനക്കേടാണ് എന്ന് വനിതാ കമ്മീഷൻ പറഞ്ഞ ഒരു സാധുതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇനി എന്തിന്റെയൊക്കെ പേരിലാണെങ്കിലും കൊലപാതകത്തിന് നയിക്കുന്ന, പ്രത്യേകിച്ചും കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗങ്ങളിൽ ആക്രമണം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അവിടെ ക്ഷതമേൽപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ആക്രമണം ഉണ്ടാക്കുന്ന ഒരാൾ, അത് കൊലപാതക ശ്രമം തന്നെയാണ്. അതിനുള്ള കേസാണ്, വധശ്രമത്തിനുള്ള കേസാണ് 307 വകുപ്പ് പ്രകാരം എടുക്കണമെന്നാണ് വീട്ടുകാർ ആവശ്യപ്പെട്ടത്. അതേസമയം പോലീസിന്റെ ഇടപെടൽ ആദ്യഘട്ടത്തിലെ, അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിലെ അങ്ങേയറ്റം ഒരു നിലപാട്, അതായത് ഇതിന് ഈ പ്രശ്നം വളരെ നിസാരവൽക്കരിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ രാഹുൽ എന്ന് പറയുന്ന ഈ പ്രതിക്ക് ഒളിവിൽ പോകാനോ, അതാണ് ഇങ്ങനെയൊരു പരാതി ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് പോലീസ് ഉണർന്നു പ്രവർത്തിച്ചില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നത്. പക്ഷേ ഇപ്പോഴും ഇനിയും വ്യക്തത കൈവരേണ്ട ഒന്ന് തന്നെയാണ്. പ്രാഥമികമായ വിവരങ്ങൾ ലഭിക്കുമ്പോൾ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതാണ് ആജ്ഞ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കണ്ണൂർ റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിലുള്ള സംഘത്തിൽ 3 DYSPമാരും ഉണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥലം മാറ്റപ്പെട്ട DYSPമാരും സംഘത്തിൽ ഉണ്ട്. പെൺകുട്ടിയുടെ വീടിന് ചുറ്റുവട്ടത്ത് തന്നെയാകാം ഈ പ്രതികൾ ഉള്ളത് എന്ന നിഗമനത്തിൽ ആണ് പോലീസ്. KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, നേരത്തെ മോഷണം എന്ന് കരുതിയ ഒരു സംഭവമായിരുന്നു, അത് പിന്നീട് അതിക്രൂരമായ ഒന്ന് എന്ന് ബോധ്യപ്പെടുന്നു. ഇപ്പോൾ അന്വേഷണം ഏത് നിലയിലാണ്? ഈ പ്രതിയെക്കുറിച്ചുള്ള പെൺകുട്ടിയിൽ നിന്ന് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അക്കാര്യത്തിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, പ്രതികളെക്കുറിച്ച് വ്യക്തമായൊരു സൂചന ഇപ്പോഴും പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ആദ്യം ഈ കവർച്ച, സ്വർണ്ണാഭരണങ്ങൾ കവരുക എന്ന ഒരു വിവരമാണ് പുറത്തു വന്നെങ്കിൽ പിന്നീട് വൈകിട്ടോടു കൂടിയാണ് ലൈംഗിക അതിക്രമം ഈ 10 വയസ്സുകാരി നേരിട്ടിരിക്കുന്നു എന്ന വിവരം
മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നത്. അതോടുകൂടി ഇതിന്റെ ഗൗരവം വർദ്ധിക്കുകയും പോലീസ് അത്തരത്തിൽ ഈ പ്രതിയെ പിടികൂടാൻ വലിയ തോതിലുള്ള ജാഗ്രത പ്രവർത്തിക്കുമായിരുന്നു. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് കാസർഗോഡ് ജില്ലയിൽ നിന്നും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥലം മാറ്റപ്പെട്ട ഡിവൈഎസ്പിമാരാണ് ബാലകൃഷ്ണൻ, അതായത് ഹോസ്ദുർഗ് ഡിവൈഎസ്പി ആയിരുന്ന ബാലകൃഷ്ണൻ, ബേക്കൽ ഡിവൈഎസ്പി ആയിരുന്ന CK സുനിൽകുമാർ തുടങ്ങിയവരെയാണ് ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുന്നത്, ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി തന്നെ DIGയുടെ മേൽനോട്ടത്തിൽ ഇത്തരത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേക ഉന്നതതല യോഗവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ രാത്രി ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ അന്വേഷണം പുരോഗതി വിലയിരുത്താൻ. എന്തായാലും ഇപ്പോൾ അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയെ കുറിച്ച് ഇതുവരെ സൂചനകളൊന്നുമില്ല. ഈ കുട്ടിയുടെ മൊഴി പ്രകാരം മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള ഒരാളാണ് ഈ അതിക്രമം നടത്തിയതെന്ന് പോലീസിന് ഏതായാലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ വീടിന് സമീപത്തായുള്ള ഒരാൾ തന്നെയാണ് ഈ അതിക്രമത്തിന് പിന്നിലെന്നും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ലഹരി മാഫിയ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ഈ തീരദേശ മേഖല ഇപ്പോഴും ഈ സംഭവത്തിന്റെ ഞെട്ടൽ മാറാത്ത ഒരവസ്ഥയാണ്. കാരണം വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന, അതും പുലർച്ചെ 2:30 ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോയി ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം കാട്ടുക എന്നത് സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നാണ് ഈ നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ഏതായാലും പോലീസിന്മേൽ ഇപ്പോൾ സമ്മർദ്ദം ഏറിയിട്ടുണ്ട്. കാരണം പ്രതിയെ ഉടൻ പിടികൂടില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. എന്തായാലും കുട്ടി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാർ പറയുന്നു. അഭിലാഷ്. റൈറ്റ്. എന്തായാലും ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ആശ്വാസകരമാകുന്നത്. ഇവിടെ ഇപ്പോൾ പ്രതി ആരെയെന്ന് കണ്ടെത്തുമ്പോൾ മാത്രമാണ് നമുക്ക് അയാളുടെ പശ്ചാത്തലം എന്ത് എന്നറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കൃത്യമായി പശ്ചാത്തലം അറിയാവുന്ന ഒരാളുടെ മറ്റൊരു വാർത്ത, അത് കണ്ണൂരിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയ സംഭവമായിരുന്നു. അതിൽ അറസ്റ്റിലായത് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു. ആ അധ്യാപകനെതിരെ ഇപ്പോൾ നടപടിയുണ്ടാകുന്നു. ഇഫ്തിഖാർ അഹമ്മദിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഈ അധ്യാപകന് നേരത്തെ നടപടിയുണ്ടായതാണ്. പിന്നീട് അദ്ദേഹം തിരികെ പ്രവേശിച്ചതാണ്. അതേ അധ്യാപകനാണ് ഈ സ്ത്രീയെ കടന്നുപിടിക്കുന്നത്. ഇനിയും ഈ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഇതേ അധ്യാപകന് മുന്നിൽ നമ്മുടെ പെൺകുട്ടികൾക്കിരുന്ന് പഠിക്കേണ്ടി വരില്ലേ? തീർച്ചയായും ഈ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും നിരവധി വിവാദങ്ങൾ ഉയർന്നതാണ്. കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഇഫ്തിഖാർ അഹമ്മദ്. ഈ കഴിഞ്ഞ 13-ാം തീയതിയാണ് ഇത്തരത്തിൽ പറശ്ശിനിക്കടവിലെ വാട്ടർ തീം പാർക്കിലെ പൂൾ വേവിൽ നിന്നും മലപ്പുറം സ്വദേശിനിയായ 22-കാരിയെ കയറിപ്പിടിച്ചു, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന് ശ്രമം നടന്നു എന്ന തരത്തിലുള്ള പരാതി ലഭിക്കുന്നത്. അതോടുകൂടി സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമം തടയൽ നിയമപ്രകാരം ഇയാൾക്കെതിരെ തളിപ്പറമ്പ് പോലീസ് കേസെടുക്കുകയും റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമാണ്. ഇയാൾ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര സർവകലാശാല ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നത്. ഇത് 3-ാം തവണയാണ് ഇയാൾക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ പരാതിയിൽ കേസിൽ തന്നെ സസ്പെൻഷൻ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ 2 തവണയും ഈ സസ്പെൻഡ് ചെയ്ത ഇയാൾ വളരെ പെട്ടെന്നായിരുന്നു തിരിച്ച് ഈ നിയമനത്തിലേക്ക് വീണ്ടും കയറുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനിടെ SFIയും ABVPയും ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഇയാൾക്കെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടുകൂടി വീണ്ടും ഇയാൾ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ഏതായാലും ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലും സമാനമായ കേസ് ഇയാൾക്കെതിരെയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കണ്ണൂരിൽ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ശ്രമം നടത്തിയെന്ന ഒരു പരാതി ലഭിക്കുന്നതും ഇത്തരത്തിൽ ഇപ്പോൾ ജയിലിൽ കഴിയേണ്ട സാഹചര്യം വരുന്നത്. എന്തായാലും ഇയാൾക്ക് ഉന്നതതല സ്വാധീനമുണ്ട് എന്നാണ് ഈ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ നേരിട്ടാലും വളരെ പെട്ടെന്ന് തന്നെ ഇയാൾ തിരിച്ച് ഈ കേന്ദ്ര സർവകലാശാലയിലേക്ക് തന്നെ എത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇത്തവണ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ നടപടി ഉണ്ടായാൽ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ. ഈ 43 വിദ്യാർത്ഥികളിൽ 33 വിദ്യാർത്ഥികളുടെ പരാതിയിലായിരുന്നു കഴിഞ്ഞ തവണ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. അതായത് പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥി, കുഴഞ്ഞു വീണ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ലൈംഗിക അതിക്രമം കാട്ടിയെന്നാണ് പരാതി. വളരെ ഗൗരവമുള്ള പരാതിയായിരുന്നു. എന്നിട്ടും ഇയാൾക്കെതിരെ ജാമ്യം ലഭിച്ചപ്പോൾ തന്നെ കോളേജിലേക്ക് തിരികെ പ്രവേശനം ഇയാൾക്ക് വരാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു ഒരുക്കി കൊടുത്തത്. അതിനെതിരെയായിരുന്നു പ്രതിഷേധമുണ്ടായത്. 3-ാം തവണയാണ് ഇഫ്തിഖാർ അഹമ്മദിനെതിരെ ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉണ്ടാകുന്നതും. അഭിലാഷ്. സസ്പെൻഷനിൽ മാത്രമാണ് ഒതുങ്ങുന്നത് എങ്കിൽ അതിനെ ഗതികേട് എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ പറ്റൂ. കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് KV ബൈജു പങ്കുവച്ചതെങ്കിൽ തൃശ്ശൂരിൽ പൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിച്ച പ്രതി പിടിയിലായിരിക്കുകയാണ്. പാലക്കാട് ആലത്തൂർ സ്വദേശി മധു എന്ന് വിളിക്കുന്ന സുരേഷ് ആണ് പിടിയിലായിട്ടുള്ളത്. വിദേശ വ്ളോഗർ ആയ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഒരാഴ്ച മുമ്പ് യുവതി ഇമെയിൽ വഴി തൃശൂർ സിറ്റി പോലീസിന് പരാതി നൽകിയിരുന്നു.
ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് വീഡിയോ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിനൊടുവിൽ ആണ് ഇപ്പോൾ പ്രതി പിടിയിലായിട്ടുള്ളത്. പോലീസ് ഊർജിതമായി പ്രവർത്തിച്ചതുകൊണ്ട് തന്നെയാണ് വിദേശ വനിതയുടെ പരാതിയിൽ പ്രതിയെ കണ്ടെത്താൻ സാധിക്കുന്നത്. എന്നാൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില വീഴ്ചകൾ സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും. അങ്ങനെ ഒരു പരാതിയാണിത്. കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ ജയിലിൽ എത്തിക്കാൻ മണിക്കൂറുകൾ വൈകി എന്നതാണ് ഈ പരാതി. 1.25 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ പോലീസ് എടുത്തത് 3.25 മണിക്കൂർ ആയിരുന്നു. ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി എന്ന കേസിൽ കൊടകര സ്വദേശി അജിത് 2020 നവംബർ 17-നാണ് അറസ്റ്റിലായത്. 5 മണിക്ക് റിമാൻഡ് ചെയ്തു. 1.5 കിലോമീറ്ററിൽ താഴെ ദൂരത്തുള്ള സബ് ജയിലിലേക്ക് നടന്നുപോയാലും അരമണിക്കൂറിന് മുമ്പ് എത്തും. എന്നാൽ പോലീസ് ജീപ്പിൽ എത്തിച്ചത് 3.25 മണിക്കൂർ കൊണ്ട്. ഇത് ചോദ്യം ചെയ്ത് അറസ്റ്റിലായ അജിത് കോടതിയെ സമീപിച്ചു. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഇവർ പറയുന്നത് ഭക്ഷണം കഴിക്കാൻ സമയമെടുത്തെന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ ആകെ 2 ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കറി മാത്രമാണ് കഴിച്ചത്. അത് ചപ്പാത്തി ഉണ്ടാക്കിയും വെജിറ്റബിൾ കറി ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അത്ര സമയം വരില്ല. ഇത്ര സമയം അവിടെ ഡിലേ വന്നത് ഇന്ന കാരണങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ചത്. അല്ലെങ്കിൽ ഡിലേ വരേണ്ട ആവശ്യമില്ലല്ലോ. കാരണം മെഡിക്കലും കഴിഞ്ഞു, റിമാൻഡ് റിപ്പോർട്ടായി. 5 മണിക്ക് ശേഷം ആ കോടതിയിലെ ചാർജ് ചാലക്കുടി മജിസ്ട്രേറ്റിനാണ്. ഒരു കാരണവശാലും ഇരിഞ്ഞാലക്കുട മജിസ്ട്രേറ്റിന് 5 മണിക്ക് ശേഷം ആ കോടതിയിൽ ഇരിക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു നിയമം അവിടെയുള്ള സമയത്ത് എന്തുകൊണ്ട് 3.25 മണിക്കൂർ ഡിലേ ആയെന്ന് പോലീസ് ഉണ്ടാക്കിയേക്കുന്ന റിപ്പോർട്ട് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാനെന്ന്. ക്വാറി ഉടമയ്ക്ക് വേണ്ടി ഒത്തുതീർപ്പിന് ഇരിങ്ങാലക്കുടയിലെ ഒരു ഹോട്ടലിലേക്കാണ് തന്നെ കൊണ്ടുപോയതെന്നാണ് അജിത് പറയുന്നത്. സ്റ്റേഷനിൽ നിന്ന്, അതായത് ഈ മെഡിക്കൽ എടുത്ത് ജയിലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ജുഡീഷ്യൽ കസ്റ്റഡി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 1.2 കിലോമീറ്റർ മാത്രം, 1 കിലോമീറ്റർ 2 പോയിന്റ് മാത്രമുള്ള ഇരിഞ്ഞാലക്കുട സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിയത് 3.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. 3 മണിക്കൂറും 20 മിനിറ്റും കഴിഞ്ഞിട്ടാണ്. ഇത്ര വലിയൊരു ഡിലേ ആണ് വന്നത്. അത് ബോബന് മോളി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിലാണ് നമ്മളെ കൊണ്ടുപോയി റെസ്റ്റോറൻറ്റിൽ ഒരു പാറമടക്കാരൻ, കൊച്ചിയിലെ പാറമടക്കാരൻ, ഇഡിയും വിജിലൻസൊക്കെ അന്വേഷണം നടത്തുന്ന അനധികൃതമായി പണം സമ്പാദിച്ചു, അനധികൃതമായിട്ട് സ്ഫോടക വസ്തു കൊണ്ടുപോയി പാറ പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഒരുപാട് കേസുള്ള ഒരു പാറമടക്കാരനുണ്ട്. അയാൾക്കെതിരെ ഞാൻ കൊടുത്ത കേസുകളും അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ സെറ്റിൽമെൻറ്റിന് വേണ്ടി ഒരു ചർച്ച നടത്തി. ആ ചർച്ച നടത്തിക്കൊണ്ട് മാത്രമാണ് നേരം വൈകിയത്. കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റ് സ്വന്തം മൊഴി രേഖപ്പെടുത്തുന്ന പതിവില്ലാത്തതിനാൽ തുടർ നടപടികൾ എന്താകുമെന്ന കാത്തിരിപ്പിലാണ് പരാതിക്കാരൻ. അഭിഭാഷകൻ കൂടിയായ അജിത് ഫയൽ ചെയ്ത അന്യായത്തിൽ കൊടകര CI-യാണ് എതിർകക്ഷി. ന്യൂസ് 18 തൃശൂർ. എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കിടയിൽ ചിലരുടെ പ്രവൃത്തികളെയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിൽ നിജസ്ഥിതി എന്ത് എന്നത് അറിയേണ്ടതുമുണ്ട്. സംസ്ഥാനത്ത് കൊടും ചൂട് ആയിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ എങ്കിൽ ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത്തരത്തിൽ മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെയും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മറ്റന്നാളും മഴ ലഭിക്കും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും പ്രവചനമുണ്ട്. ഓറഞ്ച് അലർട്ടിന് സമാനമായ തരത്തിൽ ഉയർന്ന തോതിലുള്ള മഴ ലഭിച്ചേക്കാം എന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തും എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഈ മാസം 31-ന് മൺസൂൺ എത്തും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷം ജൂൺ 4-നാണ് മൺസൂൺ കേരളത്തിൽ എത്തിയിരുന്നത്. സംസ്ഥാനത്തെ തീരപ്രദേശത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അവധി സമയങ്ങളിൽ കടൽ തീരത്തും ബീച്ചിലുമൊക്കെ പോകുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ശ്രദ്ധിക്കുക. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ആണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം തൃശൂർ മണലിപ്പുഴ ഇത്തവണ കര കവിഞ്ഞ് ഒഴുകുമോ എന്ന ആശങ്കയിലാണ് പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ. പുഴയിൽ നിറഞ്ഞു നിൽക്കുന്ന കുളവാഴകളും ചണ്ടിയും പുല്ലും എല്ലാം ആണ് കരകളിൽ താമസിക്കുന്നവരെ ആശങ്കയിൽ ആഴ്ത്തുന്നത്. വർഷകാലം ആരംഭിക്കാൻ പോകുന്നു. 31-ാം തീയതി തന്നെ മഴയെത്തും എന്നാണ് കാലാവസ്ഥാ പ്രവചനം. അതിനു മുമ്പായി പുഴ വൃത്തിയാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ആ ആവശ്യം അവർ അംഗീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം.
മണലിപ്പുഴയിൽ ഇപ്പോൾ കിലോമീറ്ററുകളോളം കുളവാഴകളും ചണ്ടിയുമാണ്. മണൽ കുമിഞ്ഞുകൂടുന്നതിന് പുറമെയാണിത്. പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ ഇത് തടസ്സപ്പെടുത്തുന്നു. പീച്ചി ഡാമിൽ നിന്നും നേരിട്ട് വരുന്ന പുഴയിൽ വർഷകാലത്ത് ഷട്ടറുകൾ തുറക്കുമ്പോൾ തന്നെ പുഴ കരകവിയാറുണ്ട്. കുളവാഴകൾ നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടു നിൽക്കുന്നതിനാൽ ഇത്തവണ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് കരകളിൽ താമസിക്കുന്നവർ പറയുന്നത്. പഞ്ചായത്ത് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ മറ്റൊരു പരാതി. സാധാരണ രീതിയിൽ പീച്ച് തുറന്നു വിടുമ്പോൾ തന്നെ ഇതിലത്തെ വെള്ളം ഞങ്ങളുടെ വീടിന്റെ താഴെ വരെ എത്തും. അപ്പം ഇതുപോലെ ചണ്ടി നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ ശരിക്കും വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി കൊല്ലം. അപ്പം ഇതൊന്ന് വൃത്തിയായി കിട്ടണം. ഈ പുഴ വീതി കൂട്ടി ഇതിന്റെ ചണ്ടികൾ മൊത്തം വാരി കൂട്ടാനായിട്ട് ഒരു സംവിധാനം ഏർപ്പെടുത്തണം. ഒരു 3 മാസം മുമ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ചിട്ട് പഞ്ചായത്തുകാർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോയി. അതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഒട്ടനവധി കുടിവെള്ള പദ്ധതികൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് 2 ദിവസമാണ് ഈ വെള്ളം ഇപ്പോൾ ഇവിടെ വന്ന് ഉള്ളത്. വളരെയധികം നാശനഷ്ടങ്ങളാണ് വെള്ളം തുറന്നു വിട്ടാണ്ടാവുക. അപ്പോൾ അതില്ലാതെ നീക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ചണ്ടി നീക്കുകയും പുഴ വീതി കൂട്ടി അതിന് സംവിധാനം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ദിവസങ്ങൾക്ക് മുൻപ് പുഴയിലെ ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന പമ്പിന്റെ പരിസരം വാട്ടർ അതോറിറ്റി വൃത്തിയാക്കിയിരുന്നു. സമാന രീതിയിൽ പുഴ മഴയ്ക്ക് മുൻപേ വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 തൃശൂർ. Join India's